ഏതാ ബോൾട്ട്? ഏത് ബോൾട്ടാ സെലക്ട് ചെയ്തത്? എം. നോമിനലി 25.5. ആ റൈറ്റ്. അങ്ങനെയാകുമ്പോ ഏത് ബോൾട്ടാ കിട്ടുക? നെക്സ്റ്റ് അതിന്റെ നിയർ ബൈ ആയിട്ടുള്ള ബോൾട്ട് വാല്യൂ കിട്ടിയിട്ടില്ല, എടുത്തില്ല. ഡാറ്റ ബുക്ക് റെഫർ ചെയ്താൽ മതി, ടേബിളിൽ റെഫർ ചെയ്യാം. കിട്ടിയിട്ടില്ല, ചെക്ക് ചെയ്ത്. അതേഴ്സ് ബാക്കി ചെയ്തിട്ടില്ലേ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? സോൾവ് ചെയ്യണോ? പോയിന്റ് വന്നിട്ടില്ല. 21 പോയിന്റ് വരും. ചിലപ്പോൾ എന്താ ചെറിയ എറർ ആയിരിക്കും, നമുക്ക് ചെക്ക് ചെയ്യാം. അതേഴ്സ് ബാക്കിയുള്ളവർ എന്താ അവസ്ഥ? ചെയ്തിട്ടില്ല. അനുരാഗ് അമൽ കെ പി ചെയ്തിട്ടില്ലേ? ഇല്ല. എടാ റെസ്പോണ്ട് ചെയ്യൂ, ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി താ. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? യെസ്. അവിടെ നിങ്ങളെല്ലാരും ക്ലാസ്സിലില്ലേ? ഇത് ഓണാക്കിയിട്ട് പോയോ? റെസ്പോണ്ട് ചെയ്യൂ. ഒരാള് മാത്രം, ബാക്കിയുള്ളവരും കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? പറ. ചെയ്തോന്നില്ലയോ എന്നല്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ? പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്ത? എന്താ ബാക്കിയുള്ളവർക്ക് എന്താ റെസ്പോണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടെന്താ? എന്താ ഭാഗത്ത കൈ റൈസ് ചെയ്ത? അബദ്ധത്തില് എത്തിപ്പോയതാണോ അല്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? യെസ്, ഇനി പറ. ആ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? അല്ല കിട്ടിയിട്ടില്ലേ? അല്ലാതെ മനസ്സിലാവാത്തതിന്റെ ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും സോൾവ് ചെയ്യും വീണ്ടും? എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം രണ്ടുപേര് മാത്രമാണ് ആൻസർ പറഞ്ഞത്.
ബാക്കിയുള്ളവരുടെ കേസ് എന്താണ്? അടുത്ത കേസും കൂടെ ചെയ്ത് തീർക്കേണ്ടതാണ്. എന്താ ചോദിക്കുന്നത്? പറഞ്ഞോ. ആകാശ്, ആകാശ്, അക്ഷയ്, അനന്തു, എന്ത് ചെയ്തിരുന്നോ? സാർ പുള്ളിയില്ല സാർ, ബോർഡ് മാറ്റി നോക്കിയത്. എന്താ ഇഷ്യൂ? എന്താ ഉണ്ടോ? ഞാൻ പിന്നെ ചെയ്യാൻ നോക്കിയില്ലേ, അവിടെ തന്നെ ബോർഡ് ചെയ്താണ് നോക്കി. ഓക്കെ, ഫൈൻ, ആയിക്കോട്ടെ. അനുരാഗ്, സാർ ചെയ്തോ? സാർ ഫുള്ളായിട്ടില്ല സാർ, കുറച്ച് ചെയ്തിട്ടുള്ളൂ. അശ്വിൻ, ഹലോ സാർ. ചെയ്തിട്ടോ? ഇല്ല, കിട്ടിയില്ല, ചെയ്തില്ല. പിന്നെന്താ റെസ്പോണ്ട് ചെയ്യാത്ര ബുദ്ധിമുട്ട്? ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ആൻസർ യുവർ അറ്റൻഡൻസ്. അഭിരാം, സാർ. അബിൻ, സാർ. അബിൻ, ആദർശ്, 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 ഇല്ല. അക്ഷയ്, 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 ആൽബിൻ, ആൽബിൻ തോമസ്, അമൽ കെ പി, അമൽ കെ പി, അമൽ കെ സന്തോഷ്, അമൽ എം, അമൽ എം, അനന്തു, സാർ പ്രസന്റ്. അനുരാഗ്, അനുരാഗ്, സാർ ആശ്രയ്, അശ്വിൻ, പ്രസന്റ് സാർ. ഭഗത്, 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 ഡിജിൻ, പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ഫസ്റ്റുദ്ദീൻ, രാജ്, ഫസ്റ്റുദ്ദീൻ ഉണ്ടോ? സാർ ടീച്ചിങ് പ്രസന്റ് ആണ്. ജിജോ, ജിജോ, ജിതിൻ, ജിതിൻ, കാർത്തികേയൻ, കാർത്തിക്, മൃദുൽ, രാഹുൽ, സാർ. സൂരജ്, പ്രസന്റ് സാർ. സൗരവ്,
Sir. Srirag. Srirag. Vaishak. Vaishak. Vaishnav CK. Vaishnav PK. Present, sir. Wasim. Wasim. Dilil. Jishnu. Jishnu K. Sir, present, sir. Jishnu Mohan. Present, sir. Nikhil. Present, sir. Rohit. Present, sir. Vishnu AP. Present, sir. Tejas. Abhinav. Google. Present, sir. Sachin and Sushant. Present, sir. Okay. There are absentees. Abhin Joshi, Adarsh, Albin, Amal K. Sir, Santosh, Abhinav Amalam, present. Bhagat. Okay. Amalam, Bhagat, Fazidin, Jijaraj, Karthikeyan, Srirag. Okay. Any attendance no matter now. Okay. No problem. I will say okay. So there's a problem. The figure shows the dimensions and shape of a crane runway brackets are designed to carry a load of 20 kilonewton, right? The bracket is fastened to the roof truss by means of 4 bolts. Yes, 4 bolt കൂടിയിട്ടാണ് മൊത്തം 20 kilonewton താങ്ങുന്നത്. 20 kilonewton ആക്ട് ചെയ്യുന്ന ലോഡ്. Determine the size of the bolt for the design stress not to exceed 50 megapascal. എന്ന് വെച്ചാൽ ഇവിടുത്തെ permissible stress is 50 megapascal. Right. Okay, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് ഫസ്റ്റ് ഇപ്പൊ ആദ്യം നോക്കേണ്ട കാര്യം ആക്സിസ് ആണ്. റൈറ്റ്. ആക്സിസ് ഈ ഒരു കേസിൽ ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ പാരലൽ ആയിട്ടാണ്. ജസ്റ്റ് ആക്സിസ് പ്ലോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കേസ് 1 ആണ്. കേസ് 1ന്റെ കേസിൽ സെയിം ആക്സിസ് ആണെങ്കിൽ നമുക്ക് രണ്ട് ടോട്ടൽ ലോഡ് FT is nothing but FT1 plus FT2 ആണ്. റൈറ്റ്. സോ FT1 കാണാൻ എന്ത് വേണം? FT1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ലോഡ് ആണ്. പ്രൈമറി ലോഡ് is nothing but your total maximum load by number of bolt ആണ് അല്ലെ. So that is equal to 20 into 10 cube divided by number of bolt is 4. Right. Solve ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ 20,000 by 4 വരും. അപ്പൊ 5,000 ന്യൂട്ടൺ എന്ന് കിട്ടും. റൈറ്റ്. ഇതായിരിക്കും നമ്മുടെ FT1. റൈറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് സെക്കൻഡറി ഫോഴ്സ് കാണണം അല്ലെ. സെക്കൻഡറി ഫോഴ്സ് FT2 എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് മാക്സിമം ആണ് വേണ്ടത് അല്ലെ. മാക്സിമം എങ്ങനെ കിട്ടുക? മാക്സിമം ഡിസ്റ്റൻസിലാണ് വരിക. ആൻഡ് ഡിസ്റ്റൻസ് ഇസ് ടേക്കൺ ഫ്രം ദിസ് എൻഡ് എ എന്നുള്ള എൻഡാണ് എടുക്കുന്നതെങ്കിൽ ഈ എൻഡിൽ നിന്ന് വേണം ഡിസ്റ്റൻസ് എടുക്കാൻ. ഓക്കെ. ഇവിടുത്തെ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് ആണ്. റൈറ്റ്. ആ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടല് 500 ആണ്. 500 ഇതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 400 ആണ്. ദാറ്റ് മീൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് 50 ആണ്. സിമിലർലി ഇപ്പുറത്തും 50 തന്നെ ആയിരിക്കും. ഫോർ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ എന്ന് വെച്ചാൽ L2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ ഡെറിവേഷനിൽ L2 എന്ന് മാർക്ക് ചെയ്ത ഡിസ്റ്റൻസ് is 450 എന്ന് കിട്ടും. L2 is 450 mm. ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ ഒരു കണ്ടീഷനിലെ FT2 വാല്യൂ? FT2 is equal to എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WL2L divided by 2 into L1 square. Capital W into L into L2 divided by L1 square plus L2 square into 2 അല്ലെ. W വാല്യൂ നമുക്കറിയാം. W വാല്യൂ അറിയാം 20 into 10 cube ആണ്. Into total length L is 500 into എന്താ
L2 is 450 divided by L1 is 50 square plus L1 50 square and 450 square. Okay, solve ചെയ്ത് കഴിഞ്ഞാൽ FT2 വാല്യൂ കിട്ടും. FT2 വാല്യൂ ഞാൻ പറയാം. എത്ര കിട്ടി? എത്ര നിങ്ങൾക്ക്? 18,170.73. പേജ് ബാക്കി. FT2 13,170. 73. ഒരു സെക്കൻഡ്, ഞാൻ കറക്റ്റ് ആൻസർ പറയാം. നോക്കട്ടെ. FT2 13,170 വരും. റൈറ്റ്, എക്സാക്ട്ലി 13,170 ന്യൂട്ടൺ എന്ന് കിട്ടും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ യുവർ ടോട്ടൽ ഫോഴ്സ് FT1 പ്ലസ് FT2 ആണ്. അപ്പോൾ ദ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ എത്ര? 18,170 വരും. ഓ Sir, 2 into L square plus L1 square plus L2 square അല്ലേ? 2 into yes, sorry. അത് സോൾവ് ചെയ്താൽ തന്നെ എത്ര കിട്ടാം? 13,170 അല്ലേ? എനിക്ക് ആൻസർ കിട്ടിയില്ല? Sir, 600 എടുക്കണ്ടേ? 500. ഓക്കെ. ടോട്ടൽ ലെങ്ത് is 600, right? Exactly. പറഞ്ഞാൽ നന്നായി. ഓക്കെ. From the point of acting load എവിടുന്ന് ആക്ട് ചെയ്യുന്ന അവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. റൈറ്റ്, എക്സാക്ട്ലി. അപ്പോൾ into 600, 20 into 10 cube into 600 into 450 divided by 2 into 50 square plus 450 square. റൈറ്റ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 13,170 അല്ലേ? ജിഷ്ണു തന്നെ കിട്ടിയേ? അല്ലേ ജിഷ്ണു? മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെയാണ് മിസ്റ്റേക്ക്, നിന്റെയിലാണോ? ഞാൻ ടോട്ടൽ ലെങ്ത് 500 എടുത്ത്. ഓക്കെ. അത് ശ്രദ്ധിക്കണേ. ഡയഗ്രാം വരുമ്പോൾ ടോട്ടൽ നമ്മള് അത് ആലോചിച്ചാൽ മതി. അതിങ്ങനെ ഇക്വേഷൻ വന്നേന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത് എങ്ങനെ? മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് അല്ലെ? അപ്പൊ 20 ഇവിടെ വരില്ല, മൊമെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് തന്നെ എടുക്കണം. അതങ്ങനെ ആലോചിച്ച ഒന്നും മൈൻഡിൽ, അതാണ് എങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നേന്നുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. ഞാൻ പറയാം, ഡെറിവേഷൻ പഠിക്കണമെന്നില്ല, പക്ഷെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം എങ്ങനെയാണ് വന്നത്. അപ്പൊ എന്നാലും മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാണ്ട് കിട്ടുള്ളൂ. റൈറ്റ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സോൾവ് ചെയ്താൽ FT2 13,000 ഇത് കിട്ടും. ടോട്ടൽ 18,170 ന്യൂട്ടൺ വരും. ദെൻ എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡയമീറ്റർ ആണ്. ദോ ഈക്വേറ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? പെർമിസിബിൾ യുവർ ടെൻസൈൽ മാക്സിമം നമുക്ക് ഇവിടെ കിട്ടിയത് എന്താ? ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് കിട്ടി അല്ലെ? FT ഈസ് യുവർ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. FT ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? മെറ്റീരിയലിന് താങ്ങാൻ പറ്റാവുന്ന പെർമിസിബിൾ tensile strength, right? For the tensile strength, actual tensile strength of the bolt should be greater than or equal to the induced tensile force, right? Induced tensile force. Okay, so this is nothing but pi by 4 into dc square into permissible tensile stress value നമുക്ക് തന്നിട്ടുണ്ട്. Tensile stress into area ആണ്, right? Area that is must be greater than or equal to FT. That means pi by 4 into dc square. dc ആണ് നമുക്ക് കാണേണ്ടത് into sigma t value is given in the question. എത്രയായിരുന്നു? sigma t is 50 megapascal അല്ല? Substitute here 50 should be greater than or equal to FT, which is 18,170 newton. Okay, substitute here, solve here, dc value 21.5 mm. Okay, അങ്ങനെയാണെങ്കിൽ d വാല്യൂ dc into and d തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 25.8 mm കിട്ടും. ഇനി നോക്കുക തൊട്ടടുത്ത വാല്യൂ, ബോൾട്ടിന്റെ തൊട്ടടുത്ത വാല്യൂ ഡാറ്റ ബുക്കിൽ സെർച്ച് ചെയ്യുക. എത്ര കിട്ടിയേ? M27 volt. Yes, exactly. M27 volt is the required voltage. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് കേസ് 1. റൈറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു 3 കേസസ് ആണ് ഇതിൽ വരിക. ഫസ്റ്റ് വൺ, when the load is acting parallel to the axis of the bolt. അപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോകാം, when the load is acting perpendicular to the axis of the bolt. ഓക്കെ, ഇത്രേ ഉള്ളൂ ഫസ്റ്റ് കേസ്. ഇനിയിപ്പോൾ ഇതിൽ വേറെ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും വരാനില്ല. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്സിസിന്റെ കാര്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള ആക്സിസ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം മാത്രം ക്ലിയർ ആയാൽ മതി. ഓക്കെ, so we'll move on to the second case. Case 2 is acting perpendicular to the
axis of bolt. Okay, just make കൂടുതൽ വരച്ചോ. Okay. Right. Okay, so let us consider a wall bracket. Okay, so consider a wall bracket as shown in the figure. Okay, as shown in figure below. Okay, figure വരക്കാം. Okay, ഒരു simple wall bracket consider ചെയ്യാം. Okay, so it is something like this. Okay. കൂടുതൽ വരച്ചോ, പെട്ടെന്ന് തീർക്കണ്ടേ. Okay. And let these be the bolts. Okay. The bolt, first bolt, second bolt, third bolt, and fourth bolt. And this be the fourth bolt, and let the load be acting in this direction. Okay. Or BW. Okay. So ഇതാണ് അടുത്ത കേസ്, സെക്കൻഡ് കേസ്. ഇവിടെ ഒരു കുറച്ച് കറക്റ്റ് പിക്ചർ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു സൈഡ് വ്യൂ കൂടെ എടുക്കാം. സൈഡ് വ്യൂ ഇതുപോലെ വരും. Okay. With this one. The left side view എടുത്താൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെയാണ് വരിക. Load acting is W. Okay. And the distance, let this distance be L. Okay. ഇവിടെയാണ് രണ്ട് ബോൾട്ട് വരുന്നത്. Okay. First bolt, second bolt. Right. Now let this N be A. Okay. Let this edge be A. അങ്ങനെയാണെങ്കിൽ the distance from this edge to this distance, let it be L1. Okay, and the distance from here to here, let it be L2. Okay, so ഇവിടെ ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം ആണ്, പ്രൊസീജിയർ ഒക്കെ സെയിം ആയിട്ടാണ് വരിക. ചെറിയ ഒറ്റ വേരിയേഷൻ വരുന്ന വെച്ചാൽ ഒന്ന് കാര്യം നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കാം. സോ സെക്കൻഡ് കേസിൽ ലോഡ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ബോൾട്ട് ആണ്, റൈറ്റ്. സോ ഇതിന്റെ ആക്സിസ് ഓഫ് ബോൾട്ട് നമുക്ക് പ്ലോട്ട് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും ആക്സിസ്, അല്ലെ. ഇങ്ങനെയാണ് ആക്സിസ് ഉണ്ടാവുക, ഇവിടെ കാണിച്ച പോലെ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടാവും. If you extend that axis, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും the load is acting perpendicular to the axis, അല്ലെ. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്താൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ ലോഡ് ഈസ് മേക്കിംഗ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. സോ ഇതാണ് സെക്കൻഡ് കേസ്. ഇപ്പം ഇതാണ് ഞാൻ കൺഫ്യൂഷൻ ആവരുത് പറഞ്ഞത്, കാരണം അതുകൊണ്ടാണ് ഒറ്റയടിക്ക് എല്ലാ കേസ് എടുത്തിട്ട് പോവാതിരുന്നത്. കാരണം ഇവിടെ നോക്കിയാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള വകയുണ്ട്, ഏതാണ്ട് ഇതുപോലെ തന്നെ ഉള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ബോൾട്ട് ചെയ്തതിന്റെ ബോൾട്ടിന്റെ ആക്സിസ് ആണ് എടുത്ത് നോക്കാൻ. Okay, so your axis is acting, your load is acting perpendicular to the axis. Okay, idana case vara, right, and all the lengths are defined. Fine. Now if this is a condition, now how will you solve such a problem? Okay, appo ivide derivation like onnu povilla. Again ivide രണ്ട് type of loading conditions aanu vara. Okay, എന്തൊക്കെയായിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോഡ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ ലോഡ് ആയിരിക്കും? കഴിഞ്ഞ കേസിൽ പാരലൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന കേസിൽ നമുക്ക് രണ്ട് ലോഡ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫസ്റ്റ് FT1 FT2 ആണ്. ഇത് പ്രൈമറി ആയിരുന്നു, സെക്കൻഡറി ആയിരുന്നു. ഓക്കെ, പക്ഷെ രണ്ടും ഇവിടെ പ്രൈമറി ടെൻസൈൽ ഫോഴ്സ് ആയിരുന്നു, അല്ലെ. ടെൻസൈൽ ഫോഴ്സ് ആയിരുന്നു. സെക്കൻഡറിയും ടെൻസൈൽ ഫോഴ്സ് തന്നെയായിരുന്നു, അല്ലെ. ഇനി നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ലോഡ് വരും, എന്തൊക്കെ തരത്തിലുള്ള ലോഡ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കി. Again, രണ്ട് തരത്തിലുള്ള ലോഡ് വരും. ഒരു സെക്കൻഡ്, രണ്ട് തരത്തിൽ വരും. യുവർ ലോഡ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് എ പ്രൈമറി ലോഡ് ആൻഡ് എ സെക്കൻഡറി ലോഡ്. അപ്പൊ എന്തായിരിക്കും പ്രൈമറി, എന്തായിരിക്കും സെക്കൻഡറി? പറഞ്ഞോ. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. ബെൻഡിങ് മൊമെന്റ് കൊണ്ടുണ്ടായിരുന്ന ഒരു ടെൻസൈൽ സ്ട്രെസ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് ഉണ്ടാവും, റൈറ്റ്. ഒന്ന് അത് സെക്കൻഡറി ആയിരിക്കും. ഇത് കഴിഞ്ഞു സെക്കൻഡോ FT1 എന്തായിരിക്കും?
ഒമേഗ ഇൻറ്റു ടെൻസൈൽ ആയിരിക്കോ ഷിയർ ആയിരിക്കോ? ടെൻസൈൽ ലോഡ് ആയിരിക്കോ? എന്താ പറയാ? ഷിയർ ആയിരിക്കും. റൈറ്റ്, ഇതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ്. ഓക്കെ, കഴിഞ്ഞ കേസിന് ഇതുമായിട്ട് വരുന്ന ഡിഫറൻസ്, സെക്കൻഡറി ലോഡ് സെയിം ആയിരിക്കും. കാരണം എന്താ, ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ പെർപെൻഡിക്കുലർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് ഒരു ബെൻഡിങ് എഫക്റ്റ് ആണ് ഇവിടെ വരിക. റൈറ്റ്, അപ്പോൾ ഒരു പിന്നെ ടെൻസൈൽ സ്ട്രെസ് അലോങ് ദിസ് ഡയറക്ഷൻ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യും അല്ലെ, ഒരു ടെൻസൈൽ സ്ട്രെസ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യും ഒരു സെക്കൻഡറി ലോഡ്. അറ്റ് ദ സെയിം ടൈം വേറെന്തുണ്ടാവും, കാരണം ഇതിപ്പോ ഈ ബെൻഡിങ് ലോഡ് കൊണ്ട് എന്താ ഉണ്ടാവും, നമ്മളിപ്പോ ബെൻഡിങ് എഫക്ട് കൊണ്ടാണെന്നല്ലോ, ഇപ്പൊ 4 ബോൾട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ഒരു സൈഡിൽ നിന്ന് പിടിച്ച് അമർത്താണ്. അപ്പോ ലോഡ് കാരണം നമുക്ക് പലപ്പോഴും തോന്നും സ്ട്രെസ് എങ്ങനെയാണ് ആക്സിസ് ഇങ്ങനെ പോവാ. ഞാനിപ്പോ പറയാണ്, സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അലോങ് ആക്സിയൽ ഡയറക്ഷൻ ആണെന്നുള്ളത്. കാരണം ഈ ഒരു ഡൗട്ട് എനിക്ക് കുറെ കാലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം ലോഡ് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ആണ്, സ്ട്രെസ് അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടല്ലേ ആക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് ഒരു ഡൗട്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഓക്കെ, ചിന്തിക്കുന്നവർക്കെങ്കിലും. റൈറ്റ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ബോൾട്ട്, നമ്മൾ ഇതേപോലെ ബോൾട്ട്, ഇതൊരു അറേഞ്ച്മെന്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ വന്നിട്ട് ഇതിനെ ബോൾട്ട് ചെയ്ത പോലെ നമുക്ക് ആലോചിക്കാം. ഓക്കെ, നമ്മൾ പിടിച്ച് ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ചിലപ്പോൾ ബോൾട്ട് ടൈറ്റൻഡ് അല്ല എങ്കിൽ ബോൾട്ട് രണ്ടും ആക്സിയൽ ഡയറക്ഷനിൽ തെറിച്ചു പോകും അല്ലെ? ശരിയല്ലേ അല്ലെ? ഞാൻ കൊടുക്കുന്ന ലോഡ് വെർട്ടിക്കൽ ലോഡ് ആണെങ്കിൽ പോലും എന്ത് സംഭവിക്കും, ബോൾട്ട് വലിഞ്ഞ് തെറിച്ചു പോകാനുള്ള ചാൻസ്. എന്ന് വെച്ചാൽ എന്താ, ആ ലോഡ് ആക്ട് ചെയ്ത്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലോഡ് കൊണ്ട് ഈ ബോൾട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോഡ്, അല്ലെങ്കിൽ ബോൾട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അലോങ് ദാറ്റ് ആക്സിയൽ ഡയറക്ഷനിലേക്കായിരിക്കും. റൈറ്റ്, ഓക്കെ, അപ്പൊ ഈ ഒരു കേസിലും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ സെക്കൻഡറി ലോഡ് ഈ ആക്സിയൽ ഡയറക്ഷനിലുള്ള സ്ട്രെസ് ആണ്, എന്ന് വെച്ചാൽ ഇതൊരു ടെൻസൈൽ സ്ട്രെസ് ആണ്. ടെൻസൈൽ സ്ട്രെസ് ആണ് എക്സ്പീരിയൻസ് ചെയ്ത് ഈ ബോൾട്ട് ഡ്യൂ ടു സെക്കൻഡറി ലോഡ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഒരു FT1 ഉണ്ട്. റൈറ്റ്, ഇപ്പൊ ഇത് ആക്ച്വലി FT ഈസ് നത്തിങ് ബട്ട്, FT1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഷിയർ ലോഡ് ആണ്, FS. ഓക്കെ, FS ആൻഡ് FT. ഓക്കെ, സോ യുവർ ടോട്ടൽ ലോഡ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് FS ആൻഡ് FT. അപ്പൊ നമുക്ക് ഒരിക്കലും ഷിയർ ലോഡിനെയും പിന്നെ എന്താണ് അവിടെ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ലോഡിനെയും ഒരുമിച്ച് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല അല്ലെ. സോ ദിസ് എക്സ്പ്രഷൻ വിൽ നോട്ട് ബി വാലിഡ് ഹിയർ. ഓക്കെ, ഫസ്റ്റ് കേസ് 1ന്റെ കേസിൽ മാത്രമേ നമുക്ക് രണ്ട് ഫോഴ്സിനെയും ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ. ഹിയർ ഇറ്റ് ഇസ് നോട്ട് വാലിഡ്. എന്തുകൊണ്ടാണ് വാലിഡ് അല്ലാത്തതെന്ന് ചോദിച്ചാൽ, അത് ഒന്ന് ഷിയർ ലോഡാണ്, രണ്ടാമത്തത് പ്രൈമറി ലോഡ് അല്ല, ഒന്ന് ഷിയർ ലോഡാണ്, രണ്ടാമത്തത് ലോഡാണ്. രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്, നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ രണ്ടും ടെൻസൈൽ ലോഡാണ്, രണ്ടും ആക്ട് ചെയ്യുന്ന ഒരേ ഡയറക്ഷനിലേക്കാണ്. സോ യു കൻ ആഡ് ദോസ് ടു വാല്യൂസ്. ഓക്കെ, ഹിയർ നമുക്ക് നോക്കാം. സോ ഹിയർ നമുക്ക് ഏതൊക്കെയാണ് എന്തായാലും ഇവിടെ രണ്ട് ടൈപ്പ് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു. വൺ ഈസ് എ പ്രൈമറി ലോഡ്, okay, which is a shear load, okay, or you can say it as shear load. Okay, let us denote it as FS. Now here that shear load FS will be distributed among the 4 bolts. So first expression same ആണ്, which is nothing but the total load W by N. Okay, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് എന്ത് വേണം, സെക്കൻഡറി ലോഡ് കണ്ടെത്തണം. സെക്കൻഡറി ലോഡ്, ഓക്കെ, സെക്കൻഡറി ലോഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു മൊമെന്റ്, അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് ആണ് ഇവിടെ വരിക അല്ലെ, ടെൻസൈൽ ലോഡ് ആണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, now this FT value is nothing but നമ്മൾ കഴിഞ്ഞ കേസിൽ സോൾവ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ വരിക. മൊമെന്റ് ബാലൻസ് ചെയ്യും, ഒരു എൻഡിൽ തന്നെ നമ്മൾ L1 L2 എടുക്കും. അപ്പൊ അതേ സെയിം പ്രൊസീജിയർ, സെയിം ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെയിം കാര്യം തന്നെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് FT1 കിട്ടും, FT2 കിട്ടും. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ലെങ്ത് കൂടുതലുള്ള സ്ഥലത്തായിരിക്കും കൂടുതൽ അതിന്റെ മൊമെന്റിന്റെ എഫക്ട് വരിക. അപ്പോ this point FT1 will be more than FT2, അല്ലെങ്കിൽ W2 will be more than W1. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ യുവർ FT2 അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ്, മാക്സിമം ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൽ നിന്ന് എടുക്കാം, which is nothing but W into capital W into L into L2 divided by 2 into L1 square plus L2 square. That's it. Okay, so this is your secondary load or secondary equation. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ? പ്രൊസീജിയർ ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ? ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതേഴ്സ് ഇവിടെ എല്ലാരും ഉണ്ടോ? നിങ്ങൾ ഇലക്ഷന്റെ കണ്ടോണ്ടിരിക്കുമോ എന്നുള്ള ഇവിടെ ഉണ്ടോ? അതേഴ്സ് പ്ലീസ് റെസ്പോണ്ട്. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വീണ്ടും പറയാം.
യെസ് നോ. ഇപ്പൊ ഇവിടെ ഇനി ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അത് പറ. ഇനി നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? കാരണം എനിക്ക് കണ്ടെത്തേണ്ടത് ഇതിൽ ആക്ട് ചെയ്യുന്ന ഈ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ് ആണ് എനിക്ക് അറിയേണ്ടത്. അതിനാണ് എനിക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ദ മാക്സിമം സ്ട്രെസ് ആക്ടിങ് ഇൻ ബോൾട്ട് എങ്ങനെ കണ്ടെത്താം? കാരണം ഇത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് ലോഡ് അല്ലെ. അപ്പൊ മാക്സിമം സ്ട്രെസ് അല്ല, മാക്സിമം ലോഡ് എനിക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഞാൻ എന്ത് യൂസ് ചെയ്യണം? ഒരു കമ്പൈൻഡ് ലോഡിങ് കണ്ടീഷനായി അല്ലെ. ഷിയർ ലോഡും വന്നു, ടെൻസൈൽ ലോഡും വന്നു. ഇനി എന്ത് ചെയ്യണം? എങ്ങനെ കാണാം? കമ്പൈൻഡ് ലോഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? യൂസിങ് പറഞ്ഞോ. യൂസിങ് ഇല്ല, യൂസിങ് തിയറീസ് ഓഫ് ഫെയിലിയർ അല്ലെ. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന് മുകളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇത് ഒന്ന് ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ലോഡാണ്, മറ്റേത് ടെൻസൈൽ ലോഡാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാനൊന്നും കഴിയില്ല, രണ്ടും രണ്ട് ഡയറക്ഷനിലേക്കാണ് അല്ലെ. സോ ഇതിന് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ആണ്, അല്ലെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രിൻസിപ്പൽ ലോഡ്സ്. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പൽ ഇപ്പൊ സെയിം ഇക്വേഷൻ തന്നെ വരിക, പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഇക്വേഷൻ തന്നെ വരിക. കാരണം അതിൽ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട്, ആ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഇൻ ടേംസ് ഓഫ് ലോഡിൽ നമുക്ക് ആ ഇക്വേഷൻ എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ യൂസിങ് റാങ്കൈസ് തിയറി എനിക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ യുവർ മാക്സിമം ഈക്വലന്റ് ടെൻസൈൽ ലോഡ്. ഓക്കെ, യു കൻ ഫൈൻഡ് ഔട്ട് ദ ഈക്വലന്റ് tensile load. So in this condition, as a third step, you have to find out the equivalent tensile load അല്ലെങ്കിൽ principal load. Okay, principal load, which is nothing but എന്താ വരിക? So ft equivalent എന്ന് കൊടുക്കാം. Okay, is equal to എന്തായിരിക്കും? ഇത് ഷിയർ ലോഡ്, ഇത് is nothing but ടോ ആൻഡ് സിഗ്മ എക്സിന്റെ ഫോമിലാണുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി, ആകെ നൊട്ടേഷൻ മാറുന്നു മാത്രം. ഓക്കെ, ഇസ് നത്തിങ് ബട്ട് എഫ് ഇ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 ആണ്. അങ്ങനെയാണ് എന്താ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 അല്ലെ. എന്ന് വെച്ചാൽ എഫ് ടി പ്ലസ് പിന്നെ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ കോമ്പണന്റ് ഇവിടെ ഇല്ല, അത് 0 ആയിരിക്കും. സോ എഫ് ടി ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് പ്രിൻസിപ്പൽ സ്ട്രെസ് ആയതുകൊണ്ട് പ്ലസ് ആണ്, ഇൻറ്റു സ്ക്വയർ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് നമ്മൾ സൊല്യൂഷന്റെ കേസിൽ എടുക്കുക, കാരണം നമുക്ക് മാക്സിമം വാല്യൂ ആണ് വേണ്ടത് അല്ലെ. Plus square root of ft by 2 the whole square plus fs the whole square. That will give you the equivalent tensile load. Okay, now similarly equivalent shear load കിട്ടണമെങ്കിൽ equivalent shear load കിട്ടാൻ your f se is equal to ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് ft by 2 the whole square plus fs square. Okay, so then എന്ത് ചെയ്യാം? Equate it with the permissible value. Okay, permissible load ന്റെ value equate ചെയ്യുക and find the unknown value. Diameter of the bolt ആണെങ്കിൽ diameter of the bolt. Equate these two values and find the value. That's it. Okay, വളരെ സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ കൺഫ്യൂഷൻ വേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല കൺഫ്യൂഷൻ വേണ്ട ഒറ്റ കാര്യം ചെയ്താൽ ഇതിന് ടോ എന്ന് കൊടുക്കുക, ഇതിന് സിഗ്മ എക്സ് എന്ന് കൊടുക്കുക, ഇതിന് സിഗ്മ 1 എന്ന് കൊടുക്കുക, ഡയറക്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോൾവ് ചെയ്യാം. റൈറ്റ്, ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ തരാം, അതൊന്നും ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തേർഡ് കേസിലേക്ക് പോകാം. ഞാൻ നാളെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അവർ ചിലപ്പോൾ എടുക്കും. ഓക്കെ, സി ഈ ഒരു അറ്റൻഡൻസ് വളരെ കുറവാണല്ലോ, 25 പേരെ ഉള്ളല്ലോ. മാക്സിമം പേര് അറ്റൻഡ് ചെയ്യുക, കാരണം അടുത്ത തേർഡ് കേസ് കുറച്ചുണ്ട്. എന്താ പറയാ, അത് സോൾവ് ചെയ്യാൻ കുറച്ച് മെനക്കെടാണ്. ഓക്കെ, ഇതും പവർ സ്കൂളും കൂടെ കഴിഞ്ഞ മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ, അതേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. A wall bracket as shown in the figure is fixed to a wall
to a wall by means of four bolts. Find the size of the bolts. Size of the bolts and the width of the bracket. Size of the bolt. Okay. Find the size of the bolt. Size of the bolts. Okay. The safe stress in tension for the bolt. Tension for the bolt is assumed as 70 Newton per mm square. That's it. Diagram version. The distance is 600 mm. $40 kilonewton. The thickness ആണ് ഈ thickness ആണ് denote ചെയ്യുന്നത്. Thickness 20 mm. 500 75 mm 75 mm. That's it. Okay. So നോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഇത് നാഗ്പൂർ യൂണിവേഴ്സിറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 500 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ എൻഡ് വരെ ഇങ്ങനെ. ബോൾട്ട് തമ്മിൽ ഡിസ്റ്റൻസാ? ബോൾട്ടിന്റെ ഡയഗ്രാം സെപ്പറേറ്റ് തരാം. ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് അടുത്തൊരു പോർഷൻ ഡയഗ്രാം ഉണ്ട്. യെസ്, ബോൾട്ടിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ബോൾട്ട് വരിക. ഓക്കെ, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഇസ് 500. അല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 4 ബോൾട്ടാണ് ഉള്ളത്. എഫ് എസ് കാണാൻ ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 4 ബോൾട്ട് ചെയ്താൽ എഫ് എസ് കിട്ടും. പിന്നെ ടെൻസൈൽ ലോഡ് കാണാൻ അഗൈൻ ആ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കാര്യമുള്ളൂ. എല്ലാ ഡയമെൻഷനും ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് പെറുക്കി ഇടേണ്ട കാര്യമുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ലോഡ് കണ്ടുപിടിക്കണം. പെർമിസിബിൾ ലോഡും ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബോൾട്ട് ടൈപ്പ് കണ്ടെത്താം. അത്രേ ഉള്ളൂ. ഓക്കെ, നാളെ നമുക്ക് ഇതിന്റെ ആൻസർ ചെക്ക് ചെയ്യാം. പറ്റുന്നത് എല്ലാവരും കൂടെ തന്നെ ചെയ്ത് തീർക്കുക കേട്ടോ. ഇന്നത്തെ പോലെ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇന്ന് വരാത്തവർക്കും കൂടെ ഷെയർ ചെയ്യാം. റൈറ്റ്, എന്നിട്ട് മാക്സിമം തീർക്കാൻ നോക്കാം. റൈറ്റ്, ഓക്കെ.